ജീവന്റെ ജീവനായവൻ യേശുനാഥനാണവൻ. രാജരാജനായി വാഴാൻ ഉദ്ധിതനായവൻ. യേശുവരുളും തിരുമൊഴികൾ ആത്മജീവൻ പകരുന്നു. യേശുവെന്നൊരു തിരുനാമം ആത്മനിറവായുണരുന്നു. ജീവന്റെ ജീവനായവൻ യേശുനാഥനാണവൻ. രാജരാജനായി വാഴാൻ ഉദ്ധിതനായവൻ. ജായറോസിൻ കുഞ്ഞിനായി നവ്യജീവൻ തന്നവൻ. ആത്മജീവനിലാഴമായി ദിവ്യശാന്തി പകർന്നവൻ. കൈപിടിച്ചു കുഞ്ഞിനോടായി യേശുവരുളി സ്നേഹമാ ബാലികേ നീയുണരൂ. ജീവന്റെ ജീവനായവൻ യേശുനാഥനാണവൻ. രാജരാജനായി വാഴാൻ ഉദ്ധിതനായവൻ. ഞങ്ങളുടെ മഹാപരിശുദ്ധനായ കർത്താവേ, ഞങ്ങളുടെ സ്വർഗത്തിൽ നല്ല പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയിൽ അനുഗ്രഹത്തോടെ വിടമൊരുക്കി എന്നതുപോലെ ദൈവ നാമത്തിൽ കർത്താവേ ഞങ്ങൾ ഒരുക്കിയ പാർപ്പിടത്തിന്റെ പ്രതിഷ്ഠാക്രമത്തിലേക്ക് കടന്നു വരുന്നു. ദൈവത്താൽ അനുഗ്രഹപൂർണമായി തീരേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ കാര്യാദികൾ ആരംഭം മുതൽ അവസാനം ഈ നിമിഷം വരെയും അവിടുത്തെ സാന്നിധ്യവും അവിടുത്തെ കൃപയും കൂടെ ഇരുന്നു. പരിശുദ്ധാത്മാവിന്റെ യഥേഷ്ടമായ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തിയതിനായി സ്തോത്രം. ശേഷമുള്ള സമയങ്ങളിൽ ദൈവകൃപയും കരുണയും മനസ്സിലും കൂടിയിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ വസിക്കുന്ന പ്രിയദാസൻ ദാസി മക്കൾ, അതുപോലെ ബന്ധുമിത്രാദികൾ, ചർച്ചക്കാർ, ഈ ശബ്ദബന്ധിക്കുള്ളിലായിരിക്കുന്ന ഞങ്ങളുടെ മാന്യ സഹോദരങ്ങൾ, കടന്നു വന്ന പ്രിയപ്പെട്ടവർ, വരുവാനുള്ളവരെല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇത്ര മഹത്വമുള്ള
പദവിയെ ഇപ്പോഴെങ്കിൽ കരുള എത്ര മഹത്വമുള്ള പദവിയെ ഇപ്പോഴെങ്കിൽ കരുള പാത്രതയേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാകൂ പാത്രതയേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാകൂ വന്ദനം യേശുപരാ നിനക്കെന്നും വന്ദനം യേശുപരാ വന്ദനം യേശുപരാ നിനക്കെന്നും വന്ദനം യേശുപരാ വന്ദനം ചെയ്യുന്നു നിന്നടിയാത്തിരു നാമത്തിനാധരവായി ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിന തന്നതിനുന്നതമാ കൃപയ്ക്കായി വന്ദനം ചെയ്തിടുന്നേ തന്നതിനുന്നതമാ കൃപയ്ക്കായി വന്ദനം ചെയ്തിടുന്നേ വന്ദനം യേശുപരാ നിനക്കെന്നും വന്ദനം യേശുപരാ വന്ദനം യേശുപരാ നിനക്കെന്നും വന്ദനം യേശുപരാ വന്ദനം ചെയ്യുന്നു നിന്നടിയാത്തിരു നാമത്തിനാദരവാ വന്ദനം ചെയ്യുന്നു നിന്നടിയാത്തിരു നാമത്തിനാദരവാ അകത്തേറി ശേഷിപ്പുള്ള ശുശ്രൂഷ നിറവേറ്റാം ദൈവം സഹായിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ പകരേണ്ടതിന് ഈ വാതിലിനെ ഞാൻ തുറക്കുന്നു വാതിലുകളെ തലകളെ ഉയർത്തുവിൻ പണ്ടേയുള്ള കഥകളെ തല ഉയർന്നിരിപ്പീൻ വാതിലുകളെ തലകളെ ഉയർത്തുവിൻ പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ മഹത്വത്തിൻ രാജാവ് പ്രവേശിക്കട്ടെ മഹത്വത്തിൻ രാജാവ് പ്രവേശിക്കട്ടെ കർത്താവിന് മഹത്വം നല്ല ഈ പകൽകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഞാൻ നേരത്തെ ഉറപ്പിച്ചതുപോലെ തന്നെ ദീർഘനാളിലെ പ്രാർത്ഥനയും കണ്ണീരുമായിരുന്ന ആ അവസ്ഥയിൽ നിന്ന് പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമുക്കുണ്ടെന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത വലിയ ഉപകാരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഈ ഭവന പ്രതിഷ്ഠയുടെ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന ദൈവസഭയിലെ കുടുംബങ്ങൾ അതുപോലെ മിത്രാദികൾ പ്രിയപ്പെട്ട സജീവ ഫാമിലിയുടെ കുടുംബത്തിലെ അംഗങ്ങൾ സഹോദരങ്ങൾ മാതാപിതാക്കൾ ചുറ്റുപാട് വസിക്കുന്ന മാന്യ സ്നേഹിതർ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ശബ്ദപരിക്കുള്ളിൽ വസിക്കുന്ന ഈ ശബ്ദപരിക്കുള്ളിലായിരിക്കുന്ന എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി ഞാൻ സ്നേഹവന്ദനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിന് മുമ്പാകെ പറയുവാനുണ്ട്. അതിലേക്ക് വേണ്ടി ഒരു 2-3 മിനിറ്റ് സമയം ഈ ഭവനത്തിലെ പ്രിയദാസൻ സജി അവരുടെ ഒരു സാക്ഷി ചെറിയ ചുരുക്കമായ സാക്ഷിക്ക് വേണ്ടി പുതിയ ഭവനത്തിൽ കയറുവാൻ സഹായിച്ചതിനാണ് നന്ദി പറയുന്നു. അനേക കാര്യങ്ങൾ നിങ്ങൾക്ക് ഭവനത്തെ കുറിച്ച് പറയുവാനുണ്ട്. വരെ കർത്താവായി നടത്തിയ വഴികളെ ഓർത്താൽ എത്ര ശ്രമിച്ചാലും മതി വരികയില്ല. വലിയൊരായ ദൈവത്തിന്റെ വലിയ പദ്ധതിക്കായി നന്ദി പറയുന്നു. കൂടിയിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾക്കൊരു പഴയ ഭവനം അവിടെ ഉണ്ടായിരുന്നു. അത് ചോർന്നൊലിക്കുന്ന ഭവനമായിരുന്നു. അനേക വർഷങ്ങൾ ഞങ്ങൾക്ക് അതിൽ പാർക്കുവാൻ തക്കോണം ദൈവം സഹായിച്ചു. ഞങ്ങൾക്ക് കുടുംബമായിട്ട് തന്നെ ഞങ്ങൾക്ക് സഹോദരങ്ങൾ മാതാപിതാക്കൾക്കൊപ്പം അനേക വർഷങ്ങൾ ഇവിടെ താമസിക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ നൽകി. എന്നാലും വലിയവനായ ദൈവം കൈവിടാതെ ഞങ്ങൾക്ക് ഇത്രത്തോളം സന്തോഷിപ്പാൻ തക്കവണ്ണം വലിയൊരു പദ്ധതി ഒരുക്കിയ നന്മകളെ ഓർത്ത് നന്ദിയോട് സ്തുതിക്കുന്നത് ഞങ്ങൾ ഇതൊന്നും കരുതിയതല്ല.
വലിയവനായ ദൈവത്തോട് അനേക വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുകയും കർത്താവിനോട് കൂടുതൽ അടുക്കുവാൻ മാത്രമേ ഞങ്ങൾക്ക് സഹായിച്ചുള്ളൂ. അതിന് മുഖാന്തരം ഒരുക്കി തന്ന ദൈവത്തെ വീണ്ടും സ്തുതിക്കാൻ ഒരവസരം കൂടി തന്ന ദൈവത്തിന് നന്ദി. അനേക ദൈവദാസന്മാർ ഞങ്ങൾ പോകുന്ന ചർച്ചിൽ അനേക ദൈവദാസന്മാർ ഉണ്ടായിരുന്നു. അവരെല്ലാം ഓരോ പ്രാവശ്യം 5-6 വർഷങ്ങളൊക്കെ ഇരുന്ന ദൈവദാസന്മാരായി ഉണ്ട്. 7 വർഷം ഇരുന്ന ദൈവദാസന്മാരുണ്ടായിരുന്നു. അവരൊക്കെ രാവും പകലുമില്ലാതെ അടിയന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർ സ്വമേധ ഉപവസിക്കുകയും അനേക കാര്യാദികൾ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം കൃപ നൽകി. കാരണം ഓരോ ദിവസവും ഓരോ കാര്യാദികൾ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് അത് വലിയൊരു പ്രയാസമാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ദൈവം എത്രത്തോളം ഞങ്ങൾ ഉയർത്തുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയതല്ല. നിങ്ങൾക്കൊരു ഭവനം ഇവിടെ പണിയണം, അതുപോലെ എത്ര വേഗം തന്നെ അത് പണിയണം. ദൈവം അറിയുന്നു. എന്നാലും ദൈവദാസൻ അനേക പ്രാവശ്യം ഞങ്ങളുടെ ഭവനത്തിൽ ഒന്ന് പ്രാർത്ഥിക്കുകയും ഭവനം അണിവാണ് ദൈവം കൃപ നൽകി. ആ വലിയവനായ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരില്ല. അതിനുവേണ്ടി കൈത്താങ്ങായിരുന്ന എല്ലാ മക്കളെയും അടിയുന്ന സഹോദരങ്ങൾ അനേക കാര്യാദികൾ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അവരെ ഈ നിമിഷം ഓർക്കുന്നു. എന്നാലും വലിയവനായ ദൈവം ഒരിക്കലും കൈവിടുകയില്ല എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ആ ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. കാരണം എന്തെങ്കിലും ഞങ്ങൾ കൈവിട്ടു പോകുമായിരുന്നു. പലവിധമായിട്ടുള്ള തടസ്സങ്ങൾ വന്നുവെങ്കിൽ അതെല്ലാം തടം ചെയ്യുവാൻ ദൈവം സാമ്പത്തികമായി അടിയനെ സഹായിച്ചു. ഞങ്ങൾ കർത്താവെ അത് ആരും ഓർക്കുമ്പോൾ അതിന് കരയാൻ മാത്രമേ അടിയന് അറിയാവൂ. കാരണം ജാതികളുടെ മറ്റേ നിന്ദിക്കപ്പെടാതെ എത്രത്തോളം വലിയവനായ ദൈവം ഞങ്ങൾ ഉയർത്തിയത് എത്ര സ്തുതിച്ചാലും മതിയാവില്ല. ആ ദൈവത്തെ വീണ്ടും ഒരിക്കൽ കൂടി സ്തുതിക്കുന്നു. ഇത്രയും സമയം അല്ലെങ്കിൽ അടിയന് വേണ്ടി ഒരുക്കി തന്ന ദൈവദാസനെയും കുടുംബത്തെ ഓർത്ത് നന്ദി പറയുന്നു. എല്ലാ മക്കളും എനിക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കാഴ്ചയിൽ നിന്നു. യഹോവയായ ദൈവം മോശയായ ആ ഒരു ദൈവബുദ്ധിയോട് പറഞ്ഞത്, എനിക്ക് എന്റെ ജനത്തിന്റെ മധ്യ വസിക്കണം, അതിന് എനിക്കൊരു തിരുന്ന നിവാസം പണി ചെയ്യണം. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എപ്പോഴും തന്റെ ജനത്തോട് കൂടെ വസിക്കുവാനാണ് ആഗ്രഹം. ദൈവം ചിന്തിക്കുന്നത് എപ്പോഴും തന്റെ ജനത്തിന്റെ മധ്യ വസിക്കണം. അവിടെ തിരുനിവാസം അല്ലെങ്കിൽ സമാഗമന കൂടാരമാണ് ആ ഭാഗത്തിന്റെ ആ ഒരു വിഷയം സബ്ജക്റ്റ് ആണെങ്കിലും കുടുംബതലത്തിനകത്തും വസിക്കുന്നത് ദൈവമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ കുടുംബത്തിനകത്തും ദൈവം നമ്മുടെ മധ്യയാണ് വസിക്കപ്പെടുന്നത്. ഒരു അപ്പൻ, അമ്മ, മക്കൾ എന്നിവർ വസിക്കുന്ന ഒരു പാർപ്പിട എന്നും അനുഗ്രഹപൂർവമായി തന്നെ തീരും. അങ്ങനെ ദൈവം പറഞ്ഞതനുസരിച്ച് മോശ കതിരമരം കൊണ്ട് ഒരു പെട്ടകം പണി ചെയ്തു, തിരുനിവാസം പണി ചെയ്തു. അതിന്റെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ മോശയുടെ കാൽക്കുലേഷൻ അല്ല. ഇവിടെ നമ്മൾ പറഞ്ഞു, സാക്ഷി ഞാനും പറയുന്നു, ഇവിടെ നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മുടെ മക്കൾക്കൊക്കെ ഇവിടെ ഒത്തിരി സാക്ഷി പറയുവാനുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല ഇവിടുത്തെ പ്ലാനിങ്. ഇതൊക്കെ നമ്മുടെ ഒരു മാനുവൽ പ്ലാനിങ് ആണ്. ഇത്രത്തോളം ഭംഗിയായി അവസാനം എന്നിൽ ഇത്രത്തോളം ഭംഗിയായി കാണുമെന്നൊന്നും നമ്മൾ ചിന്തിച്ചില്ല. നമ്മുടെ പ്ലാനിങ് ഒക്കെ വേറൊരു തരത്തിലായിരുന്നു. പക്ഷേ ഇവിടെ ഇതിനടിസ്ഥാനമിട്ട, ആരംഭമിട്ട കർത്താവായ ദൈവത്തിനറിയാം. ആരംഭിച്ചപ്പോൾ തന്നെ അവസാനത്തിന്റെ ഭംഗി ദൈവത്തിനറിയാം. കാരണം അവൻ കാരണഭൂതനാണ്. അവനാണ് ഇതിന്റെ പ്ലാനിങ്, ഒരു മാസ്റ്റർ പ്ലാനിങ് ഉള്ളത് ദൈവത്തിന്റെ കയ്യിലാണ്. നമ്മളൊരു മാനുവൽ പ്ലാനിങ് പലരും പല അഭിപ്രായം പറയുമ്പോ നമ്മുടെ പ്ലാനിങ് ഒക്കെ മാറ്റി ചെയ്യാറുണ്ട്. നമ്മുടെ പ്ലേസ് എക്സ്റ്റൻഷൻ ചെയ്യാറുണ്ട്, ഒക്കെ ചെയ്യും. പക്ഷെ അത് മനുഷ്യന്റെ ചിന്തയാണ്. പക്ഷെ ദൈവം ഒരിക്കൽ ഒരു ഭവനം എന്ന് പറയുന്നത് അതിന്റെ പ്ലാനിങ് ദൈവമാണ്. അത് ഈ ഭവനത്തിന്റെ അനുഭവം അനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നു, ഇതിന്റെ മറ്റെല്ലാ പ്ലാനിങ്ങും നിരന്തര കണ്ണുനീരിന്റെ പ്രാർത്ഥന ഫലമായിട്ട് ദൈവമാണ് ചെയ്തത്. ഒരു മനുഷ്യ പ്ലാനിങ്ങിനേക്കാൾ അധികമായി അപ്പുറമായി ദൈവം ഇതിന്റെ കാര്യങ്ങൾ ചെയ്തു. ഉദ്ദേശിക്കുന്നത് പോലെ, പറഞ്ഞതുപോലെ ദൈവത്തിന് നമ്മോട് കൂടെ വസിക്കണമെന്ന് ആഗ്രഹമുള്ളതുപോലെ ഇവിടെ ഈ ഭവനത്തിൽ ഒരു ശാശ്വത ഭവനമല്ല ഈ ലോകത്ത് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. സ്വർഗത്തിലെ ഭവനത്തിൽ നമ്മൾ ഓർത്തിട്ടുണ്ടോ? ഞാനും നിങ്ങൾ ഈ ശാശ്വതമല്ലാത്ത ഭവനം വിട്ടുപോയാൽ മറ്റൊരു ഭവനം നമ്മൾ ഒരു മാസം കഴിഞ്ഞാൽ നമ്മുടെ ഭവനത്തിന്റെ വാസം ഒരു പീരീഡ്, ഒരു കാലഘട്ടം കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ട ഒരിടമുണ്ട്. ഒരു വ്യക്തമായ ആലോചനയാണ്. ഇവിടെ വിട്ട് പോകേണ്ടി വരും. ഇവിടെ വിട്ട് പോകേണ്ടി വന്നാൽ സ്വർഗത്തിൽ നമുക്കൊരു ഭവനം കടൽപ്പെടാകാത്ത, ഒരിക്കലും ഇഷ്ടികപ്പെട്ടാത്ത, ഒരിക്കൽ സിമന്റ് വെടിക്കാത്ത ഒരു നല്ലൊരു ഭവനം സ്വർഗത്തിൽ അരുമനാഥൻ നമുക്ക് വേണ്ടി ഒരു ഭവനം നമ്മുടെ ദൈവ സ്വർഗത്തിൽ ഒരുക്കും. ഇവിടെ മോശയോട് പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിന് നിങ്ങൾ അധികാരത്തിൽ നിൽക്കുന്നത്, നന്നായി താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്യുന്നതും നൽകുന്ന അവകാശം ഉദരവനം അവൻ
കിട്ടുന്ന പ്രതിഫലവും തന്നെ അവൻ നഗരവാദത്തിൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോവുകയില്ല. പ്രാർത്ഥിച്ചു, പക്ഷേ കുടുംബമായ ഒരു പ്രാർത്ഥന ഇന്നലെ വരെ ഇല്ല. പക്ഷെ ഇന്ന് പ്രതിഷ്ഠ കഴിയുമ്പോൾ ഇതിനകത്തൊരു കുടുംബ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. അത് ദൈവത്താൽ നിക്ഷിപ്തമായിട്ടുള്ളതാണ്. രണ്ട്, ഇതിനകത്ത് താഴ്മയോടും ക്ഷമയോടും ദീർഘക്ഷമയോടും നിന്റെ കൈകളുടെ ദ്വാരങ്ങൾ നീതിനും നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. ദൈവത്തെ സേവിക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടിയുള്ള ചെയ്യുമ്പോൾ, ദൈവത്തെ ഭയപ്പെടുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന നന്മകൾ ഒരു കണ്ണ് കണ്ടിട്ടുമില്ല, ഒരു ചെടി കേട്ടിട്ടുമില്ല. ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു പാർപ്പിടം വയ്ക്കുവാൻ ഒരു വ്യക്തിപരമായി എന്റെ അഭിപ്രായം ഈ ഒരു 4 വർഷക്കാലം പഴക്കമുണ്ട്. ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിപരമായി യാതൊരു പദ്ധതിയും ഇതിനകത്ത് പ്രിയദാസൻ ഓർപ്പിച്ചതുപോലെ ഇതിനകത്ത് അവരുടെ മേലില്ല. അത് ഉറപ്പാണ്. ഒറ്റ വാക്ക് ദൈവാത്മാവ് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ആരംഭിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതേ വാക്ക് ഞാൻ പ്രിയ സജീവോട് പറഞ്ഞു, നിങ്ങൾ ആരംഭിക്കുക, ബാക്കി കാര്യം ദൈവം ചെയ്യും. ഇത്രാം തീയതിക്ക് പണി ആരംഭിക്കണം. അത് ഡിസംബർ 2020 ഡിസംബർ 15-നകത്ത് പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കണം. ആ 2021 ഡിസംബർ 15 കഴിഞ്ഞു, പണി അല്പം കൂടുതലായി കഴിഞ്ഞു. അതിൻ്റെതായ ബുദ്ധിമുട്ടും ഞങ്ങൾ അനുഭവിക്കപ്പെട്ടു. ആ ചില ദിവസങ്ങൾ കൊണ്ട് അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കപ്പെട്ടു. ഇത് പറയുന്നതിന് കാരണം ദൈവം പറയുന്ന ആലോചനയ്ക്ക് അത് അംഗീകരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ വിടുതലുള്ളത്. മാനുഷ്യമായിട്ടല്ല ഞങ്ങൾ മാറ്റിയത്, ചില പണികൾ കൂടിയപ്പോഴാണ്. അതുകൊണ്ട് ദൈവം അതിനെ പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്ത് ഇതുവരെ സന്തോഷത്തോടെ ദൈവം നടത്തി. തുടർന്നൊരു ഭാഗം കൂടെ വായിക്കുന്നു. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടാവുന്ന ദേശത്ത് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാതെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്തിൽ അവൻ വാഗ്ദത്ത ദേശത്ത് അന്യദേശത്ത് പോലെ ചെന്നു. വാഗ്ദത്തവും കൂട്ടവാസികളായ ഇസാക്കിനോടും യാക്കോബിനോടും കൂടാരത്തിൽ പാർത്തുകൊണ്ട് അവൻ ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. എബ്രായലേഖനം 11 വായിക്കുന്നു, ദൈവവാഗ്ദത്തം ഒരു വ്യക്തിയുടെ മേലുണ്ടെങ്കിൽ ദൈവശില്പിയായി നിർമ്മിക്കപ്പെട്ട ആ കൂടാരത്തിനകത്ത് അബ്രഹാം പാർത്തു. അബ്രഹാം ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇന്ന് പകൽക്കാലം ദൈവമാണ് ഇതിന്റെ ശില്പി. അതുകൊണ്ട് ദൈവവാഗ്ദത്തം ആ കുടുംബത്തിന് മേലുള്ളത് കൊണ്ട് ആ ശില്പിയായ ദൈവം ഈ ഭവനത്തെ അല്ലെങ്കിൽ ഈ കൂടാരത്തെ ഇതുവരെ നിർമ്മിച്ചു. അവർ ആ വാഗ്ദത്തം കാണുവാൻ സ്വർഗത്തിൽ ദൈവം കൃപ നൽകി. നിങ്ങളെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ വചനത്തിന് അവസാനിപ്പിക്കുന്നു. ഒത്തിരി ഭാഗം പറയുവാനുണ്ട്, എങ്കിലും കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് സമയം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ദൈവം ശില്പിയായിരുന്ന ഈ കൂടാരം ഒരുക്കി. ഈ കൂടാരത്തിൽ അവർ കുടുംബമായി വസിച്ച മക്കളായി, കുടുംബമായി കുഞ്ഞുങ്ങളായി വസിച്ച ദൈവത്തിന്റെ വാഗ്ദത്തം ഇനിയും അധികം നിങ്ങൾ പ്രാപിക്കട്ടെ, നിങ്ങളെങ്കിലും പ്രാപിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ധന്യമായി ദൈവം നിങ്ങളെ മാനിക്കുമാറാകട്ടെ. ആമേൻ. ഈ സമയം നിങ്ങളത് മുമ്പോട്ട് വരിക. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാവിത് പോരാ, ആയുസ്സുമിത് പോരാ. നാവിത് പോരാ, നാവിത് പോരാ, ആയുസ്സുമിത് പോരാ. 121 സങ്കീർത്തനം. യഹോവ നിന്റെ ഗമനത്തെയും ആ ഗുണത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ഈ വചനങ്ങളാൽ ഈ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ വസിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ ഈ ഭവന പ്രതിഷ്ഠയുടെ പ്രാർത്ഥന തുടങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് ദൈവ ഭവനത്തിൽ വസിക്കുന്ന ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞാൽ ഓരോ റൂമുകളിൽ പ്രാർത്ഥനയുണ്ട്. ഓരോ റൂമുകളിൽ കൂടെ വരണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. അവസാനം കിച്ചൺ അടുക്കള പ്രാർത്ഥനയുണ്ട്. അടുക്കള പ്രാർത്ഥന കഴിഞ്ഞാൽ ശേഷം ആശീർവാദം പറഞ്ഞ് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കും. ഇപ്പോ ഈ ഭവനത്തെ പ്രതീക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ശേഷം ഈ കുടുംബത്തിന് പ്രാർത്ഥിക്കും. അവരുടെ സന്തോഷത്തോടെ സുഖപരമായി വസിക്കേണ്ടത്. പരിശുദ്ധനായ കർത്താവേ, ഞങ്ങളുടെ സ്വർഗ്ഗത്തിൽ നല്ല പിതാവേ, ഈ നല്ല പകൽവേളയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളെ വാഴ്ത്തുകയാണ്, ഞങ്ങളെ സ്തുതിക്കുകയാണ്. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. ദീർഘമായ നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുകയും കരയുകയും ഉപവസിക്കുകയും ചെയ്തതിന് പ്രതിഫലമായി ദൈവം ഞങ്ങൾക്ക് ഈ പകൽക്കാലം ഒരു ഭവന പ്രതിഷ്ഠയോടുകൂടെ ഈ ഭവനത്തെ പ്രതിഷ്ഠിപ്പാൻ, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകി തന്ന നല്ല അവസരത്തെ ഓർത്തുകൊണ്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന പിതാവേ, ഓരോ പ്രാർത്ഥനയുടെ ഘട്ടത്തും ഓരോ പണികൾക്കും മുമ്പേ ഞങ്ങൾ
കർത്താവെ മുട്ടുമടക്കി പ്രാർത്ഥിക്കുകയും അവിടുത്തെ മുമ്പിലേക്ക് സമർപ്പിക്കുകയും ചെയ്തു. അതിന്റെ വിജയം ഞങ്ങൾക്ക് ഇന്ന് കാണുവാൻ അവസരം ഒരുക്കി. ശത്രു പലപ്പോഴും തടസ്സങ്ങളിട്ടു, തടഞ്ഞിട്ടു, തോൽവികളും പോരാട്ടങ്ങളും നടത്തിവിട്ടു. അതിനടുവിലും ദൈവത്തിന്റെ ആത്മാവേ ഞങ്ങൾ അതിന് മുന്നാലെ ദൈവത്തിന് മുമ്പിൽ കരഞ്ഞതും പ്രാർത്ഥിച്ചതുമായ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്, പ്രതിഫലമുണ്ടെന്ന് ദൈവം വെളിപ്പെടുത്തുന്നു. കഞ്ഞിയോട് ദൈവമേ ഈ ഭവനത്തിനകത്തു കയറി വരുവാൻ ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ പാർപ്പിടത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവസഭയായി ദൈവജനമായി ഒരുമിച്ച് ഞങ്ങളെ ഏൽപ്പിക്കുമ്പോൾ കർത്താവേ അവിടുത്തെ കൃപ കൂടിയിരിപ്പാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭക്തന്മാർ നിന്റെ ജനം ഒരുമിച്ച് സ്വർഗ്ഗം സാക്ഷിയായി ഭൂമിയിലായിരുന്നുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്താൻ പുത്രനായ യേശുവിന്റെ നാമത്തിൽ പിതാവേ ഞങ്ങളെ സ്തുതിക്കുമ്പോൾ ഈ ഭവനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ഭവനത്തെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ഭവനം ഇന്ന് മുതൽ എന്നേക്കും അനുഗ്രഹമായി തീരട്ടെ. ഇവിടെ വസിക്കുന്നവർ ഇന്നു മുതൽ എന്നേക്കും അനുഗ്രഹമുള്ളവരായി തീരട്ടെ. ഇതിനകത്ത് കടന്നു വരുമ്പോഴും ഇതിനകത്തുനിന്ന് പുറത്തു പോകുമ്പോഴും ഇന്നു മുതൽ എന്നേക്കും അനുഗ്രഹമായി തീരട്ടെ. പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കൈകളെടുത്ത് ദൈവത്തിന് നന്ദി പറയാം. കൈകളെടുത്ത് ദൈവത്തിന് നന്ദി പറയാം. നന്ദി, 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 നന്ദി. ശേഷം ഈ കുടുംബത്തിൽ വസിക്കുന്ന പ്രിയ സജീവത, പ്രിയ ബിന്ദു സഹോദരി, പ്രിയ ആശക്ക, പ്രിയ അമ്മ, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. അവിടുത്തെ സാന്നിധ്യത്തിൽ അവിടുത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇവരെ ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇവർ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവ ഇന്ന് മുതൽ എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. ഇതിനകത്ത് കയറുമ്പോൾ ഇറങ്ങുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. ഇവർ ചെയ്യുന്ന തൊഴിലുകളിൽ, ഇവർ ചെയ്യുന്ന മേഖലകൾ, ഇവർ പഠിക്കുന്ന വിദ്യാഭ്യാസങ്ങൾ, ഇവരുടെ ഭാവി കാര്യാദികൾ എല്ലാത്തിനും ദൈവത്തിന്റെ ആത്മാവിനാൽ അനുഗ്രഹമായി തീരട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. ഒരു പാട്ടിന്റെ ഉച്ചാരണം പാടി നമ്മൾ അടുത്ത നോവിലേക്ക് കടന്നു പോകുന്നു. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, സ്വർഗീയ പിതാവിന്റെ വാഴും ശൂന്യമായിരുന്ന ഈ സ്ഥലത്ത് നിന്റെ മക്കൾ വളരെ നാളുകളുടെ ആഗ്രഹപ്രകാരം ഭവനം പണിയുവാൻ അങ്ങനെ കൃപ കൊണ്ട് ഇന്ന് സാധിച്ചിരിക്കുന്ന കൃപകൾക്കായി മഹത്വത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന പിതാവേ. കർത്താവ് പറഞ്ഞത് ഇതെങ്ങനെ സംഭവിച്ചു, ഇത് യഹോവയാൽ സംഭവിച്ചു നിന്റെ മക്കൾ കുടുംബമായി ഏറ്റുപറയുവാൻ കർത്താവിന്റെ വലിയ കൃപ നിന്റെ മക്കളോടും കുടുംബത്തോടും അങ്ങ് കൂടിയിരിക്കുമാറാകണമേ. കുടുംബത്തിൽ കടന്നു വന്ന് നിന്റെ മക്കൾ ഈ മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ എല്ലാ ക്ഷീണങ്ങളും ഭാരങ്ങളും മറന്ന് കർത്താവ് പറഞ്ഞല്ലോ, കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പമുണ്ടതായി തീർന്ന് അവർ ഇമ്പത്തോടും സ്വർഗീയ സന്തോഷത്തോടും കൂടെ ഈ മുറിയിൽ വസിക്കുവാനും ഇതിന്റെ നന്മകൾ അനുഭവിച്ചറിയുവാനും തലമുറ അനുഗ്രഹിക്കപ്പെടുവാനും നിന്റെ മക്കളെ അങ്ങ് ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളുടെ എല്ലാ ക്ഷീണഭാരങ്ങളും ഒരുമിച്ച് ഈ മുറിയിൽ ഇറക്കി വെച്ച് അവർ സന്തോഷത്തോടെ പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന്റെ നന്മകൾ അനുഭവിച്ചറിയുവാൻ ദൈവം അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നല്ലോ, നിന്റെ കലത്തിലെ മാവ് കുറയത്തില്ല, നിന്റെ ഭരണിയിലെ എണ്ണ വറ്റത്തില്ല. അതേപോലെ ഒരിക്കലും ഈ കുടുംബത്തിൽ നിന്റെ മക്കളുടെ കലത്തിലെ ദൈവമേ മാവ് കുറയാതെ എണ്ണ വറ്റാതെ ദൈവം അങ്ങ് സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ. യോശുവ പറഞ്ഞവല്ലോ, ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. എന്റെ മക്കളെ യഹോവയെ സേവിച്ച് യഹോവയെ പ്രാർത്ഥിച്ച് യഹോവയുടെ നന്മകൾ കർത്താവേ നിന്റെ മക്കളും തലമുറകളും അനുഭവിച്ചറിയുവാൻ ഈ ദേശത്തുള്ളവർക്ക് ഒരു അനുഗ്രഹമായി നിന്റെ മക്കൾ തീരുവാൻ ദൈവമേ കുടുംബം അവർ പാത്രമായി തീരുവാൻ ദൈവം അങ്ങ് സഹായിക്കുന്ന കൃപകൾക്കായി മഹത്വത്തിനായി സ്തോത്രം. കർത്താവിന്റെ അഭിഷേകം ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു റൂമായി അങ്ങ് തീരണം. നിന്റെ മക്കളുടെ വിശ്രമം അനുഗ്രഹിക്കപ്പെടണം. ക്ഷീണഭാരങ്ങൾ അങ്ങ് മാറണം. കർത്താവിന്റെ വചനത്താൽ നിന്റെ മക്കളെ ബലപ്പെടുത്തണം. അഭിഷേകത്തിന്റെ ദൈവം അങ്ങ് കൂടെ ഇരിക്കണം. സകല മഹത്വവും സകല പുകഴ്ചയും ദൈവമേ ഈ മുറിയിലുണ്ടായി നിന്റെ മക്കൾ അനുഗ്രഹമുള്ളവരായി തീരുവാൻ ദൈവം അങ്ങ് സഹായിക്കുമാറാകണമേ. ഈ മുറിയെ ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രതിഷ്ഠിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ.
ഈ ഭവനത്തിൽ വസിക്കുവാൻ, റൂമിൽ വസിക്കുവാൻ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മഹാപരിശുദ്ധ കർത്താവേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ ഭവനത്തിലെ ഈ റൂമിനായി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഓരോ അറകളും ദൈവം ആശീർവദിച്ച, ഓരോ അറകളും ദൈവം അനുഗ്രഹിച്ച, ഇതിനകത്ത് വസിക്കുമ്പോൾ കർത്താവിന്റെ ദൈവിക കരുണ, ദൈവിക വെളിപ്പാടുകൾ, ദൈവിക ദർശനങ്ങൾ പ്രാപിക്കുന്നവരായി, അനുഗ്രഹിക്കപ്പെട്ടവരായി, സൗഖ്യമുള്ളവരായി, വിടുതലുള്ളവരായി, സന്തോഷമുള്ളവരായി ഇതിനകത്തുനിന്ന് കർത്താവ് അനുഗ്രഹം പ്രാപിക്കപ്പെടുന്നവരെ തീരുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആകയാൽ ഈ റൂമിനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ അവിടുത്തെ കരങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റൂമിനെ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മഹാപരിശുദ്ധ കർത്താവേ, സ്വർഗ്ഗത്തിൽ നല്ല പിതാവേ, ഇന്ന് ഈ പകൽവേളയിൽ ഒരു പ്രാവശ്യം കൂടെ ഈ പാർപ്പിടത്തിൽ നിന്ന് ഇവിടെ വസിക്കുന്ന ഒരു അറയിലേക്ക് കടന്നു വരുവാൻ ദൈവത്തിന്റെ മഹാസാന്നിധ്യം വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഈ അറയിൽ വസിക്കുമ്പോഴും ഇതിനകത്ത് വരുമ്പോഴും ദൈവിക വെളിപ്പാട്, ദൈവിക ദർശനങ്ങളും, ദൈവിക അനുഗ്രഹങ്ങളും, ദൈവിക വിടുതലുകളും പ്രാപിക്കേണ്ടതിന് ദൈവം സഹായിക്കുമാറാകണം. സകലത്തിലും ശുദ്ധിയായിത്തീരുന്ന സ്വർഗത്തിൽ അരിമനാഥന്റെ കരങ്ങളിലേക്ക് ഈ റൂമിനെ സമർപ്പിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് വേണ്ടി തെറ്റിദ്യ കുഞ്ഞാട് രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ റൂമിനെ ഒരിക്കൽ കൂടെ അനുഗ്രഹിച്ച് അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥനയുടേതായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഈ റൂമിൽ വസിച്ചുകൊണ്ട് ദൈവസമാധാനം ഉണ്ടാക്കുന്നവരായി തീരട്ടെ. അതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കഥാപിതാസൻ റൂമിന് വേണ്ടി ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കും. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം ഒരു പ്രയാസങ്ങളും പ്രതിസന്ധികളും കൂടാതെ ദൈവം നിന്റെ മക്കളെ കാത്തു സൂക്ഷിക്കണം. എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് തന്നെ കരയേറ്റുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ മുറിയെ പ്രതിഷ്ഠിക്കുന്നു. ദൈവകൃപ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. കോഴിതൻ കുഞ്ഞിനെ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ നീ ഈ അനുഗ്രഹങ്ങൾ നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഗർഭഫലം, കൃഷിഫലവും, മൃഗസമ്പത്തും ഫലവും, നിന്റെ കന്നുകാലികളും പേറും ആണികളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. നിന്റെ കൊട്ടയും നിന്റെ മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. യഹോവ നിന്റെ കളപ്പുരയിങ്കൽ നീ തൊടുന്ന എല്ലാറ്റിനും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ വഴി നടന്നാൽ യഹോവ നിന്നോട് സത്യം ചെയ്തതുപോലെ നിന്നെ തനിക്ക് വിശുദ്ധ ദിനമായി യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് നീ അറിയും. ഈ ദൈവവചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. ഇതിന്റെ പ്രാർത്ഥനയ്ക്കായി ഒരു നിമിഷം കൂടെ നമുക്ക് കണ്ണുകടയ്ക്കാം. അടുക്കള പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രധാനമായ വിഷയമാണ്. ആകിയാൽ ദയവായി ശബ്ദം ക്രമീകരിച്ചുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ഈ ഭവനത്തിലെ പ്രിയദാസി ഇവിടത്തെ ആരംഭമായി ആദ്യ തീ കൊളുത്തുകയും പ്രാർത്ഥിക്കപ്പെടുമ്പോൾ അതിനുശേഷം ആദ്യ തീ കൊളുത്തി ഇവിടുത്തെ ശുശ്രൂഷ തുടങ്ങും. ദൈവം സഹായിക്കട്ടെ. പരിശുദ്ധനായ കർത്താവേ, ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, ഇന്ന് ഈ പകൽ വിളക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ പരിപൂർണമായി സമർപ്പിക്കുന്നു. കർത്താവേ, കളപ്പുര അനുഗ്രഹിക്കപ്പെടണം. കർത്താവേ, തൊട്ടുതൊഴിവ് അനുഗ്രഹിക്കപ്പെടണം. മാവും കലശവും അനുഗ്രഹിക്കപ്പെടണം. എല്ലാവരും ഒരു സമൃദ്ധമുള്ള ഭവനമായി തീരണം. മാവ് കുറയാതെ, എണ്ണ കുറയാതെ വണ്ണം നിറഞ്ഞകവിയോളം ദൈവകൃപ ഇതിനകത്തുനിന്ന് വെളിപ്പെടണമേ. അതിസൽക്കാലത്തിന് വേണ്ടിയതായ എല്ലാ ഉപകാരങ്ങളും ഇതിനകത്ത് സ്വർഗമൊരുക്കണമേ. അതുപോലെ ശുശ്രൂഷന്മാരെ ശുശ്രൂഷിപ്പാനുള്ള എല്ലാ ദൈവ സാന്നിധ്യങ്ങളും ഇതിനകത്ത് ദൈവം വെളിപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇതിനെ അനുഗ്രഹിച്ച് ഇതിനെ പ്രതിഷ്ഠിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിച്ച് ജയം കൽപ്പിക്കുകയാണ്.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എന്നെ നടത്തി ഇന്നയോളം എന്നെ പുലർത്തി ഞങ്ങളുടെ പരിശുദ്ധ കർത്താവേ, ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ ഭവനത്തിലെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രതിഷ്ഠിച്ചു. അതിൻ്റെതായ അനുഗ്രഹങ്ങൾ ദൈവം ഞങ്ങളുടെ മേൽ നൽകി. ഇത്രത്തോളം ഇന്നയോടെ ദൈവം പരിപാലിച്ചു. ഇനിയും അവിടുത്തെ കർത്താവെ കരം കുറയിട്ടില്ല, അവിടുത്തെ കരം അന്നമായിട്ടുമില്ല. ദൈവപ്രവൃത്തി ഇതിനകത്ത് വെളിപ്പെടേണ്ടതിന് യേശുവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിനെ കോമ്പൗണ്ട് ദൂതന്മാരെ കൊണ്ട് കാവൽ ചെയ്യണം. യോബിനെ ഭവനത്തെ വേലികെട്ടി സൂക്ഷിച്ചതുപോലെ കർത്താവേ ഈ ഭവനത്തെ വേലികെട്ടി സൂക്ഷിക്കണം. ഇപ്പോൾ കർത്താവെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വരാനുള്ളവരെ ഏവർക്കും പ്രാർത്ഥിക്കുന്നു. ശേഷമുള്ള സ്നേഹ സൽക്കാരങ്ങളിൽ അതിന്റെ ഫുഡ് സർവീസിലൊക്കെയും ദൈവം ധന്യമായി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൂടെ ഇരുന്നാൽ ഞങ്ങളോട് ദൈവം കരുണ കാണിച്ച മഹാദേവോർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ആശീർവാദം കൈക്കൊള്ളാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൽ ആശ്വസിപ്പിക്കുന്ന സമാധാനവും സന്തോഷവും കൂട്ടായ്മയും പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേലും വിട്ടുപോയ വിഷയങ്ങളുടെ മേലും ഇവിടെ ആയിരിക്കുന്ന സകല ദൈവജനത്തിന് മേലും പ്രത്യേകിച്ച് ഈ വാത്സല്യ ഭവനത്തിന് മേലും ഇവിടെ വസിക്കുന്ന പ്രിയ കുടുംബത്തിന് മേലും നമ്മോടും നമുക്കുള്ളവരോടും ഭൂമിയിലെ സകല വിശുദ്ധന്മാരോടും ഇന്നും എന്നും എന്നേക്കും ക്രിസ്തുവിന്റെ രണ്ടാം വരവോളം കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. അർക്കപ്പെട്ട കുഞ്ഞാടാം യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകിയ പിതാവാം ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹത്തോടെ ഇപ്പോൾ ആയയ്ക്കാം ദൈവം നമ്മെ ധന്യമായി മാനിക്കട്ടെ. പങ്കുകൊള്ളുവാൻ സഹായിച്ചു, അതിന് നന്ദി പറയുന്നു. ആദ്യമായി കൃതജ്ഞത രേഖപ്പെടുത്തേണ്ടത് അടിയന്റെ സഭയിലുള്ള വാസകുടുംബത്തിനാണ്. അവർ ആത്മാർത്ഥമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും പ്രവർത്തിക്കുകയും എല്ലാ കാര്യാദികളിലും പറഞ്ഞു തരുവാനും എല്ലാ കാര്യത്തിലും ചന്തമായി ഉചിതമായി ഇത്രത്തോളം ഭംഗിയായി ചെയ്യുവാൻ ദൈവദാസനും കുടുംബമായി ഞങ്ങളെ സഹായിച്ചു. അതിന് ദൈവദാസന്റെ കുടുംബത്തെ ഈ നിമിഷം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ ഈ ഭവനത്തിൽ വന്നിരിക്കുന്ന ഞങ്ങളുടെ സഭയിൽ വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് നന്ദി പറയുന്നു. അവർ കർത്താവിന്റെ സമയത്തിന്റെ കടന്നു വന്ന് ഭവനം പ്രതിഷ്ഠയ്ക്ക് വേണ്ടി സഹകരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം കൃപ നൽകി. എല്ലാ ദൈവമക്കൾക്കും അതിന്റെ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അത് കഴിഞ്ഞ് പറയാനുള്ളത് ഈ ഭവനം ഞങ്ങൾക്ക് വേണ്ടി ആരംഭം മുതൽ കഴിഞ്ഞ മാർച്ചല്ല ഒരു ജനുവരി 2021 ജനുവരി മാസം മുതൽ ഞങ്ങൾ ഈ ഭവനം ഇത്രത്തോളം ഭംഗിയായിട്ട് ചെയ്തു തരുവാൻ സഹായിച്ചത് ഞങ്ങളുടെ അളിയനാണ്. അളിയൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യയുടെ വലിയ മകനാണ്. പുള്ളിയാണ് ഞങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഞങ്ങളെ അങ്ങനെയല്ല, എങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പണി ചെയ്യണമെന്നും എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. നിങ്ങൾക്ക് എത്രത്തോളം ഭംഗിയായി ഓരോ കാര്യങ്ങൾ ചെയ്തു തന്ന ആ മകനെ കുടുംബമായി ദൈവം മാനിക്കട്ടെ. അനേക വർഷങ്ങൾ ഇത് മുഖാന്തരം ഞങ്ങൾക്ക് ഈ ഭവനം വരുന്നത് മുതൽ അനേക വർഷങ്ങൾ ഇനി ലഭിച്ച് സന്തോഷത്തോട് വസിപ്പാൻ ദൈവം അവരെ സഹായിക്കണേ. അവരെ ഈ ദിവസം ആ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ കുടുംബമായി കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ
ഇവിടെ പണികൾ ചെയ്ത മേസ്ത്രിമാർ എല്ലാവരും ചുറ്റുപാടുമുണ്ട്. അവരെ ഓർത്ത് നന്ദി പറയുന്നു. ആർക്കും ഒരു പണക്കമോ ഇണക്കോ ഒന്നുമില്ലാതെ ഒരു വാക്ക് പോലും അങ്ങോട്ട് തമ്മിൽ സംസാരിക്കാതെ നല്ല രീതിയിൽ അവർക്ക് ദൈവം കൊടുത്ത അറിവിനൊത്ത വണ്ണം ഈ ഭംഗിയായി ചന്തമായി ഈ ഭവനത്തെ കുറിച്ച് വയ്പ്പാൻ അവർക്ക് കൃപ നൽകി അവർക്ക് ദീർഘായുസ് നൽകട്ടെ. അവരെ എല്ലാവരെയും ഓർത്ത് ഈ ദിവസം നന്ദി പറയുന്നു. എല്ലാ ദൈവങ്ങളെയും ഓർത്ത് വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വാക്ക് ഞാൻ തേന്മാവിൻ താഴെ കൊമ്പിൽ താലോലം കിളിപാടുമീ ഗാനം പോലും സംഗീത സ്വര സംഗമരാഗങ്ങൾ. തേന്മാവിൻ താഴെ കൊമ്പിൽ താലോലം കിളിപാടുമീ ഗാനം പോലും സംഗീത സ്വര സംഗമരാഗങ്ങൾ. മാനസങ്ങളൊന്നു ചേർന്നൊരു പൊൻവീട്. ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്. എന്നുമെന്നും പൂക്കണി വിടരും വീടാണീ വീട്. ని పద పద స నిస నిసరి നീ മാപസ. മൂവന്തി പൊന്നും മിന്നും ചൂടി വരുന്നു താരകൾ. കോലമിടുന്നു പൊൻവളയിട്ടൊരു പുലരി പെൺകനവൾ. കണ്ണുകൾക്ക് പൊൻകണി, കാതുകൾക്ക് തേൻമൊഴി, വെണ്ണിലാവ് നൽകിയതാണീ സമ്മാനം. ഓ ചന്ദ്രലേഖ പൂത്തുലഞ്ഞൊരു പൊൻവീട്. ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്. എന്നുമെന്നും പൂക്കണി വിടരും വീടാണീ വീട്. കൂട്ടുകുടുംബത്തിൻ കൂട്ടാണെന്നും അതിരില്ലിവിടെ മതിലില്ലിവിടെ ഒന്നാണെല്ലാരും. ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്.
തോർന്നുവോ സൂര്യൻ കണ്ണേ കണിയാകയോ ഈ ഏതൻ തോപ്പിലിരു തൂവൽ പോലെ അലയേ നീ തേടും തേൻ കനിയിലൂറും കുഞ്ഞു മധുരം ഇണനീയും ഞാനും പുതുകൂടും ചൂടും ഋതുമാറും നേരം കൺമണി പെൺപൂവേ കണ്ണിൽ മഴ തോർന്നുവോ പൊൻസൂര്യൻ കണ്ണേ കണിയാകയോ ഒരു സ്വർണ്ണമീനുള്ളിൽ തിരതുള്ളും പോലെന്റെ പ്രിയനെ കനവോ നമ്മൾ കാണും ഒരു കുഞ്ഞിപ്രാവുള്ളിൽ കുറുകുമ്പോൾ ഈ നെഞ്ചിൽ നിറയാൻ ഒഴുകാൻ അവൾതോ മധുവോ ഉയിരാകെ ഉയിരാകെ നീയേ ഉടലേൽക്കും പൂവേ ഇമതെല്ലും മാറാതെ ഞാനേ പെൺപൂവേ കണ്ണിൽ മഴ തോർന്നുവോ പൊൻസൂര്യൻ കണ്ണേ കണിയാകയോ ചെറുചില്ലക്കൂടൊന്നിൽ പിറവിക്കായി നോമ്പേൽക്കാം നറുനെൽക്കതിരായി പൊങ്ങൽ ചാർത്താം ഇടനെഞ്ചിൻ താളങ്ങൾ ചെറുതാരാട്ടീണങ്ങൾ ഇരുളിൽ തെളിയാനൊരു പൊൻതാരം ഉയിരാകെ ഉയിരാകെ നീയേ ഉടലേൽക്കും പൂവേ ഇമതെല്ലും മാറാതെ ഞാനേ ഈ ഏതൻ തോപ്പിലിരു തൂവൽ പോലെ അലയേ നീ തേടും തേൻ കനിയിലൂറും കുഞ്ഞു മധുരം ഇണനീയും ഞാനും ഇണനീയും ഞാൻ പുതുകൂടും ചൂടും പുതുകൂടും ചൂടും ഋതുമാറും നേരം കൺമണി പെൺപൂവേ പുതിയൊരു ലോകം ഇളം തെന്നൽ മൂളുന്ന ഗാനം ഇളവയിൽ പോലുള്ള സ്നേഹം കിനാക്കൾ കടം തന്ന ലോകം മലത്തിൻ്റെ ഓരോ മുട്ടും ഓരോ സ്വപ്നം അവനിൽ കാണാനാകും നീതോരോ മോഹം ഓരോ വർണ്ണം ആരാരോ പാടുവതാതെ നീ ഹാരാർദ്രരാഗം അറിയാമോ പിറാക്കളെ എങ്ങനെയ ജീവിതം പുതിയൊരു ലോകം ഇളം തെന്നൽ മൂളുന്ന ഗാനം It's a new world out there.
തിലകം പകരാ എന്തിനു തമ്മിലേ സംഗമം സംഗമം കാലമേ പുതിയൊരു ലോകം ഇളം തെന്നൽ മൂളുന്ന ഗാനം ഇളവയിൽ പോലുള്ള സ്നേഹം കിനാക്കൾ കടം തന്ന ലോകം മലച്ചെണ്ടിൽ ഓരോ മുട്ടും ഓരോ സ്വപ്നം അവയിൽ കാണാനാകും നീതോരോ മോഹമോരോ വർണ്ണം ആരാരോ പാടുവതാരി നീ ആരാധനാകും അറിയാമോ പിറാക്കളെ ഇനിയും ജീവിതം പുതിയൊരു മാറി പൊട്ട് തൊട്ട പൗർണമി തൊട്ട് തൊട്ട് നിൽക്കവേ പുത്തുലഞ്ഞു നിന്നോ താരകൾ കൺകോണിനുള്ളിലെ കണ്ണാടി നീട്ടവേ കാത്തുനിന്ന രാവുകൾ കണ്ടു ഞാൻ. എത്ര നാൾ തേടി നിന്നുവെന്നോ നിന്നെ ഞാൻ നെഞ്ചകമുരുകും അനുരാഗം പ്രണയവീണ മീട്ടി. പൊട്ട് തൊട്ട പൗർണമി തൊട്ട് തൊട്ട് നിൽക്കവേ പൂത്തുലഞ്ഞു നിന്നോ താരകൾ. പൂപോലെ ചുണ്ടിൽ തേനൂറും നിന്നുള്ളിൽ സ്നേഹസ്വപ്നങ്ങളോ മോഹരാഗങ്ങളോ അവയിലൊഴുകുമഴകി നിലകൾ ഹൃദയ മധുര ചഷകമിതിലെ പ്രേമതരള നുരകളിളകും ഗാനരസന തഴുകിയൊഴുകവേ നീയും ഞാനും ഉണ്ടോ. എന്നോമൽ പെണ്ണെ പൊട്ട് തൊട്ട പൗർണമി തൊട്ട് തൊട്ട് നിൽക്കവേ പൂത്തുലഞ്ഞു നിന്നോ താരകൾ. എത്ര നാൾ തേടി നിന്നുവെന്നോ നിന്നെ ഞാൻ. അത്രമേൽ നെഞ്ചകമുരുകും അനുരാഗം പ്രണയവീണ നീട്ടി താരരരര താരരരര താരരര താരരര കിളിമൊഴികൾ അലയായി ഒരു വർണ്ണക്കനവെഴുതി കളിവാക്കുകൾ കുളിരായി നീ കാതിൽ മൂളും നേരം. മഴമുകിലിന്നഴകായി മിഴിതളിൽ നിറമെഴുതി തൂമഞ്ഞിൻ നനവായി നീ എന്നിൽ ചേരും നേരം ഉണരുകയാ മോഹം എന്നിൽ പൂക്കുന്നീതാ. പ്രണയം മൂളുകയായി മനസ്സിൻ പൊൻവീണയിൽ ഇനിയും
നിറയെ പ്രണയ